സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിന്റെ മഹിമയെ ഇസ്രയേലിന്റെ മഹിമയെ പോലെ യഥാസ്ഥാനത്താക്കും. പിടിച്ചുപറിക്കാർ അവരോട് പിടിച്ചുപറിച്ചു, അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. അവന്റെ വീരന്മാരുടെ പരിച ചുവപ്പിച്ചിരിക്കുന്നു. പരാക്രമശാലികൾ ധൂമ്രവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. അവന്റെ സന്നാഹ ദിവസത്തിൽ രഥങ്ങൾ ഉരുക്കുലകുകളാൽ ജ്വലിക്കുന്നു. കുന്തങ്ങൾ ഓങ്ങിയിരിക്കുന്നു. രഥങ്ങൾ തെരുക്കളിൽ ചടുചട ചാടുന്നു. വീഥികളിൽ അങ്ങുമിങ്ങും ഓടുന്നു. തീപ്പന്തങ്ങളെ പോലെ അവയെ കാണുന്നു. അവ മിന്നൽ പോലെ ഓടുന്നു. അവൻ തൻ്റെ കുലീനന്മാരെ ഓർക്കുന്നു. അവർ നടക്കയിൽ ഇടറിപ്പോകുന്നു. അവർ അതിൻ്റെ മതിലിങ്കലേക്ക് ബദ്ധപ്പെട്ട് ചെല്ലുന്നു. അവിടെ ആൾമറ കെട്ടിയിരിക്കുന്നു. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി. അവൾ പോകേണ്ടി വരും. അവളുടെ ദാസിമാർ പ്രാവ് കുറുകും പോലെ കുറുകി മാറത്തടിക്കുന്നു. നിനവേ, പുരാതനമേ, ഒരു ജലാശയം പോലെ ആയിരുന്നു, എന്നാൽ അവർ ഓടിപ്പോകുന്നു. നിൽപ്പീൻ, നിൽപ്പീൻ, ആരും തിരിഞ്ഞു നോക്കുന്നില്ല താനും. വെള്ളി കൊള്ളയിടുവീൻ, പൊന്നു കൊള്ളയിടുവീൻ. വീട് സമാനത്തിന് കണക്കില്ല. സകലവിധ മനോഹര വസ്തുക്കളായ സമ്പത്തുമുണ്ട്. അവൾ പാഴും വെറുമയും ശൂന്യവുമായിരിക്കുന്നു. ഹൃദയം ഉരുകിപ്പോകുന്നു, മുഴങ്കാലാടുന്നു. എല്ലാ അരകളിലും അതിവേദനയുണ്ട്. എല്ലാവരുടെയും മുഖം വിളറിയിരിക്കുന്നു. ആരും ഭയപ്പെടുത്താതെ സിംഹവും സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? സിംഹം തൻ്റെ കുട്ടികൾക്ക് മതിയാകുവോളം കടിച്ചു കീറി വയ്ക്കുകയും സിംഹികൾക്ക് വേണ്ടി ഞെക്കിക്കൊല്ലുകയും ഇരകൊണ്ട് തൻ്റെ ഗഹ്വരങ്ങളെയും കടിച്ചു കീറിയതിനെ കൊണ്ട് തൻ്റെ ഗുഹകളെയും നിറയ്ക്കുകയും ചെയ്തു. ഞാൻ നിന്റെ നേരെ വരും. ഞാൻ അതിൻ്റെ രഥങ്ങളെ ചുട്ട് പുകയാക്കും. നിന്റെ ബാലസിംഹങ്ങൾ വാളിന് ഇരയായിത്തീരും. ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയും. നിന്റെ ദൂതന്മാരുടെ ശബ്ദം ഇനി കേൾക്കുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോർ.